ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഉണ്ടായ ഒരു ആശയത്തിന് പുറത്താണ് ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നത്. ചിലപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം ഒരു 50 കൂടുതൽ വീഡിയോസ് എക്കണോമിക്സ് സാറ് ഞാൻ ചാനലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്, ഏതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് ഒരു കൺക്ലൂഷനിൽ ഇടുന്ന വീഡിയോ ആണ്. ഇതിനപ്പുറം ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കാം, പക്ഷേ ഇത് പഠിക്കാതെ പോകരുത്. അത് ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കണം. ഒരു 2 മാർക്ക് മുതൽ ലാസ്റ്റായിട്ട് 15 മാർക്ക് വരെയും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഈസിയാണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈ ഇക്വേഷൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ആകെ 2 വീഡിയോയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ട് രണ്ടും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് ഇതോണം ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കണ്ടുതരും, എന്നിട്ട് അതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഇതും അത്യാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 15 മാർക്കിന് ചോദിക്കുമെന്ന്, അതാണ് ഇത് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് പറയാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് 2 ഇക്വേഷനാണുള്ളത്. ഒന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനും, ഒന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും, ഒന്ന് ലീനിയർ ഇക്വേഷനാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ഒരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്താണ് ചെയ്യേണ്ടത്. അതായത് നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 7 എന്ന്. ഇതാണ് 15 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 7 എന്ന്. അതിനകത്ത് നമുക്ക് വൈയെ 7 - x എന്ന് എഴുതാമേ. അങ്ങനെ അങ്ങോട്ട് മാറ്റണം. എന്നിട്ട് നമ്മുടെ ഈ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് അത് ഇട്ട് കൊടുക്കണം. ഏതാ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ? ഈ ഇക്വേഷനിലോട്ട് അത് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ടാസ്ക്. ബാക്കി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും കണ്ടാൽ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി പറഞ്ഞ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ നമ്മൾ ഈ വൈയെ മാറ്റി 7 - x എന്നാക്കിയായിരുന്നു. അപ്പം വൈയുടെ സ്ഥാനത്തോട്ട് നമ്മൾ 7 - x കൊടുത്തു. 7 - x ദ ഹോൾ സ്ക്വയർ. ഇത് a - b ദ ഹോൾ സ്ക്വയർ അല്ലേ? a - b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a² - 2ab + b സ്ക്വയർ ആണ്. അത് വെച്ചിട്ട് ഇതിനെ ഓപ്പൺ ചെയ്ത് a² എന്ന് പറഞ്ഞാൽ 7² b² - 2ab എന്ന് പറഞ്ഞാൽ -2 × 7 × x + b² എന്ന് പറഞ്ഞാൽ x-ൻ്റെ സ്ക്വയർ. അങ്ങനെ അതിനെ ആക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമുക്കാണെങ്കിൽ ഇത് ഈസിക്കൽ ടു 0 എന്നാണ് വരേണ്ടത്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. എന്നിട്ട് നമ്മളിതിനെ ഓപ്പൺ ചെയ്തു. 7² എന്ന് പറഞ്ഞാൽ 14 ഇത് 14x, പിന്നെ ഇത് x². പിന്നെ നമ്മളിതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ 49 ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 25 കോൺസ്റ്റൻ്റ് ഉണ്ട്. നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് മതി, ഒരാൾ മതി. അപ്പോൾ അതിനെന്ത് ചെയ്യണം? 25നെ അപ്പുറത്ത് കൊണ്ടുവന്ന് അങ്ങ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2x², ഈ x² കൂടി ചേർന്ന് 2x² ആവും. ഇത്രയും സംശയമില്ലല്ലോ. ഇതൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. അതിനെ നമ്മൾ നമ്മുടെ ഫോർമുല വെച്ച് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടത്തില്ലേ? 4ഉം കിട്ടും 3യും കിട്ടും. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് 2 വൈയുടെ വാല്യൂയും പറയാൻ പറ്റും. എക്സ് 4 ആവുകയാണെങ്കിൽ വൈ 3യും ആവും. അത് നമ്മുടെ ഇക്വേഷൻ 1 ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 7 എന്നല്ലേ? അപ്പം എക്സ് 4 ആവുകയാണെങ്കിൽ
3 ആയാലല്ലേ പറ്റൂ. അതുകൊണ്ട് x 3 ആവുകയാണെങ്കിൽ y 4 ആയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ച് വെച്ചു. ഇതാണ് 15 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതിയേ. ഓക്കെ, ഇനി അടുത്ത ഇതിനകത്തു നിന്നൊരു ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാൻ. അത് എളുപ്പമാണ്. ഒരു ഡിയും തരും, ഡിമാൻഡ് ഫംഗ്ഷനും തരും, ഒരു സപ്ലൈ ഫംഗ്ഷനും തരും. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഇക്വേഷനിലെ പി കണ്ടുപിടിക്കുക. ഇതാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് പോകണേ. 2 വീഡിയോയേ ഉള്ളൂ. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ടും പറ്റും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കാം. സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ പറയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പഠിച്ചിട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാതെ ആരും പോകരുത്. സെക്കൻഡ് മൊഡ്യൂൾ മാക്സിമം പഠിച്ചിട്ട് എല്ലാവരും പോകാവൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് 15 മാർക്കിന് പ്രോബ്ലം സെഷനിൽ ചോദിക്കുന്നത്. ഒന്ന് ക്രാമേഴ്സ് റൂളും ഒന്ന് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതും. ഈ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മെട്രിക്സിൽ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോഴെങ്ങാനും ഈ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. ഫസ്റ്റ് ക്രാമേഴ്സ് റൂള് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ട് പഠിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഫോമിലായിരിക്കും. സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്ട് ഇതുപോണോ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നത്. സോൾവ് യൂസിങ് ക്രാമേഴ്സ് റൂൾ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുവാണ് ആദ്യമേ ഈ ക്വസ്റ്റ്യൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കും. രണ്ടാമത് നമ്മൾ ഈ ഇക്വേഷനെ ഈ മെട്രിക്സിൻ്റെ ഫോമിൽ മാറ്റണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഈ ഇക്വേഷനെ ഒരു മെട്രിക്സിൻ്റെ രൂപത്തിൽ മാറ്റണം. അതായത് AX = B എന്നുള്ള രൂപത്തിലോട്ട് മാറ്റണം. ഇനി A എന്തുവാ, X എന്തുവാ, B എന്തുവാന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, A എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കോഎഫിഷ്യൻ്റ്, ഈ വേരിയബിൾസിൻ്റെ എല്ലാം കോഎഫിഷ്യൻറ്റുകളാണ്. വേരിയബിൾസ് ഇവിടെ ആരൊക്കെയാണ്? X, Y ആണ് ഇവിടുത്തെ വേരിയബിൾസിനെ നമ്മൾ കോളമായിട്ട് എഴുതണം. അതാണ് ഇവിടുത്തെ X കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെയും വൈയുടെയും കൂടെ കിടക്കുന്ന ആൾക്കാർ. അതായത് എക്സിൻ്റെ ആൾക്കാർ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകളെ ഒരു റോ ആയിട്ടും വൈയുടെ കോഎഫിഷ്യൻറ്റുകളെ ഒരു റോ ആയിട്ടും എഴുതണം. ഇവിടെ കണ്ട എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, അടുത്ത അതിൻ്റെ താഴത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4, അത് താഴെ എഴുതി. അതുകൊണ്ട് വൈയുടെ കോഎഫിഷ്യൻറ്റ് ആദ്യം -3, താഴെ -1, അതൊരു റോ ആയിട്ട് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. B എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ, അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ളതിനെയാണ് നമ്മൾ B മെട്രിക്സ് ആയിട്ടും എടുക്കുന്നത്. ഓക്കെ, ഇത്ര സെറ്റാണേ. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്, നമ്മൾ ഈ കണ്ടുപിടിച്ച A മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ ടാസ്ക് എന്തോ നമുക്ക് സോൾവ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോൾവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സും വൈയും കണ്ടുപിടിക്കുക. എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ ഇസഡും അറിയാതെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു 3x3 മെട്രിക്സ് ആണെങ്കിലാണ് ഇസഡ് വരുന്നത്. ഇവിടെ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് x = ഡിറ്റർമിനൻറ്റ് A1/A, y എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് A2/A. ഓക്കെ, ഇനി എന്തുവാ A1ഉം A2 എന്ന് നമുക്ക് നോക്കാം. A1ഉം A2 എന്തുവാന്ന് നമുക്ക് നോക്കാം. A1 എന്ന് പറഞ്ഞാൽ A മെട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. A മെട്രിക്സ് അവൻ്റെ എക്സിൻ്റെ ഇതാണ് നമ്മുടെ A മെട്രിക്സ്. ഈ നമ്മുടെ കോഎഫിഷ്യൻറ്റുകളെല്ലാം കൂടെ എഴുതിയ A മെട്രിക്സ്. ഇതിൻ്റെ ഈ എക്സിൻ്റെ വാല്യൂ മാറ്റിയിട്ട് നമ്മുടെ B മെട്രിക്സ് ഇട്ട് കൊടുക്കും. അതാണ് A1 എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. A മെട്രിക്സിൽ എക്സിൻ്റെ വാല്യൂ മാറ്റി B മെട്രിക്സ് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ A1 എന്ന് പറയുന്നത്. ഇനി എക്സ് കണ്ടുപിടിക്കുന്ന എളുപ്പമാണ്. ഈ A1ൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ Aയുടെ ഡിറ്റർമിനൻറ്റ്. അതാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചേക്ക്. ഇതൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ A2 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ A മെട്രിക്സിലെ വൈയുടെ ആളിനെ മാറ്റിയിട്ട് ആരെ കൊടുക്കണം? B മെട്രിക്സ് കൊടുക്കണം. അതാണ് A2. അങ്ങനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. ഇനി അടുത്ത ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അതാണ് രണ്ടാമതൊന്നും ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരാൾ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇതുപോലെ 4 സ്റ്റെപ്പുണ്ട്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം, മെട്രിക്സിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം, അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതാണ് 4 സ്റ്റെപ്പുകൾ. ഓക്കെ ആണേ.
പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ്. ഇത് മിസ്സാക്കി പോവരുത്. ഇത് 4 മാർക്ക് മുതൽ 15 മാർക്ക് വരെ അതൊന്ന് ചോദിക്കും. മൾട്ടിപ്ലിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ അവിടെ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് 4 മാർക്ക് മുതൽ 15 മാർക്ക് വരെ മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ എളുപ്പമാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഗുണിക്കാൻ അറിയാമോ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അഡീഷൻ കൂട്ടാൻ അറിയാമോ? നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ. പിന്നെ അടുത്ത 4ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആളാണ് റാങ്ക് ഓഫ് മെട്രിക്സ്. അത് 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ റാങ്ക് ഓഫ് മെട്രിക്സിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അതോണം 2 മാർക്കിനൊക്കെയാണ് ഡിറ്റർമിനൻറ്റിനെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിൻ്റെ എല്ലാ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂള് ഡിഫറൻസിയേഷനിൽ ബേസിക്കിൽ നിന്ന് പഠിച്ചു വരണം. അതായത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഇട്ട് കണ്ടിട്ട് വേണം മാക്സിമം മിനിമം കയറി പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഡെറിവേറ്റീവ് എടുക്കാൻ അറിയാത്ത ഒരാൾക്ക് മാക്സിമം മിനിമം പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം തൊട്ടേ വീഡിയോസ് കണ്ടുവരണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ഫസ്റ്റാണ് മാക്സിമം മിനിമം. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് പഠിക്കണം. ഓക്കെ. ഇത്രയും സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം മിനിമം ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. മാക്സിമം മിനിമം കഴിഞ്ഞ് അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്, പാർഷ്യൽ ഡെറിവേറ്റീവ്. പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് പോകണം. മസ്റ്റ് വാച്ചാണ് ഇത്. ACMC ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കണ്ടിട്ട് പോകണം. അതെന്തായാലും അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ കാണുമായിരിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത് ഞാൻ കുറച്ച് ഡെഫിനിഷൻസ് എല്ലാം എഴുതിയിട്ടേക്കുക, ബേസിക് റൂൾസ് എല്ലാം ഒന്ന് എഴുതിയിട്ടേക്കുക. ഞാൻ ഡിഫറൻസിയേഷൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോകണം. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ ഡിഫറൻസിയേഷൻ്റെ രാജാവ്. ഇവനെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് റൂള്. അങ്ങനെ കുറച്ച് റൂള് ഇട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിയേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ ചെയിൻ റൂളും കൂടി ഒന്ന് നോക്കിയിട്ട് പോകണേ. പിന്നെ ഇൻ്റഗ്രേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, അതായത് ഇൻ്റർവെൽ ഇല്ലാത്ത ലിമിറ്റുകളില്ലാത്ത ഇൻ്റഗ്രേഷനുകളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയി. ലിമിറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, 3rd മൊഡ്യൂളിൽ ലിമിറ്റിൽ നിന്ന്. അത് എളുപ്പമാണ്. ലിമിറ്റൊക്കെ പഠിക്കാൻ എല്ലാവർക്കും പറ്റും. അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലിമിറ്റൊക്കെ പഠിച്ചിട്ട് പോണേ. ലിമിറ്റ് മിസ്സാക്കല്ലേ. ലക്കിന് കിട്ടിയ 2 മാർക്ക്. ഓക്കെ. അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. നമുക്ക് തിരിച്ചു വരാം. മൊഡ്യൂൾ 4 ഇൻ്റഗ്രേഷനിൽ ബേസിക് ഇൻ്റഗ്രേഷനിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇതോണം ഈ രാജാവായി ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നും ഡെഫിനിറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിനൊക്കെയാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അതോണം കൺസ്യൂമർ സർപ്ലസും. ഈ 3 ഭാഗങ്ങളിൽ നിന്നാണ് ഇൻ്റഗ്രേഷൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വേറെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അല്ലാതെ റിപ്പീറ്റായിട്ട് ഈ 3 ഏരിയാസിൽ നിന്നാണ് ഇൻ്റഗ്രേഷനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാം കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റാവുന്നതുപോലെ ഞാൻ കമൻറ്റ് വഴി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.